പ്രകോപിപ്പിച്ചാലും, ആരെന്തും ഈ സമുദായത്തെ ചെറുതാക്കി കണ്ടാലും, ആരെന്തും ആരോപിച്ചാലും ഈ ഉമ്മത്ത് ഒരിക്കലും ആരുടെ മുമ്പിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഞങ്ങളായി ജീവിച്ചാൽ, ഞങ്ങൾ ഞങ്ങളുടെ വഴിയിൽ സഞ്ചരിച്ചാൽ ഞങ്ങൾ ആരും ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവാചകൻ കാണിച്ച, പടച്ചവൻ കാണിച്ച, അമ്പിയാക്കൾ കാണിച്ച, ഔലിയാക്കൾ കാണിച്ച സിറാത്തുൽ മുസ്തഖീം എന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ, ഇവിടെയുള്ള ഹിലേക്ക് മാലിക് ദിനാർ വന്നപ്പോൾ ഇവിടെ പള്ളി നിർമ്മിക്കാനും ഇവിടെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാനും നമുക്ക് വേണ്ടി സഹായിച്ചത് ഇവിടെയുള്ള മുസ്ലിമേതര സഹോദരങ്ങളായിരുന്നു. അവർക്ക് അള്ളാഹുവിന്റെ ഭയമുണ്ടായിരുന്നു. അവരെ മറ്റുള്ള മനുഷ്യർ ബഹുമാനിച്ചു. അതല്ല, ഈ മഹാന്മാരെ ബഹുമാനിച്ചുകൊണ്ട് അവർ സഞ്ചരിച്ച പാതയിൽ നാം സഞ്ചരിച്ചാൽ നമുക്കൊരിക്കലും ഭയപ്പെടേണ്ടതില്ല, നമുക്കൊരിക്കലും പേടിക്കേണ്ടതില്ല. നാം ഫിർഔനെ അതിജയിച്ചു വന്നവരാണ്. ശത്രുക്കൾ ഫിർഔന്റെ പിന്നാലെ പോവുകയാണ്. മുമ്പിൽ അങ്ങനെ എത്തിപ്പെട്ടു കടലിന്റെ മുമ്പിൽ പെട്ടപ്പോൾ പിന്നിലുണ്ട് ശത്രുക്കൾ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ആ സമയത്ത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തന്റെ അനുയായികൾ പറഞ്ഞൊരു വാക്കുണ്ട്: മൂസ, ഞങ്ങളെ പിന്നിൽ ഞങ്ങളെ കൊല്ലാൻ പറഞ്ഞ അക്രമിയായ ഫിറഔനുണ്ട്, ഞങ്ങളെ രക്ഷയില്ല. മുദ്റകൂൻ ഞങ്ങളെ പിന്നിൽ എത്തിയിട്ടുണ്ട്, ഞങ്ങൾക്ക് രക്ഷയില്ല മൂസ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകരായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട്. ഈ വാക്കിൽ നാം മുറുകെ പിടിക്കുക. എന്റെ റബ്ബ് എന്നെ ഒരിക്കലും കൈവിടുകയില്ല. ഇന്ന റബ്ബി സയഹ്ദീൻ, എനിക്ക് വഴി കാണിക്കും, ഒരിക്കലും ഞങ്ങളൊന്നും ചെയ്യുകയില്ല, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിക്കും എന്ന് നിരീക്ഷയുടെ സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞപ്പോഴാണ് അല്ലാഹു തആല മൂസ നബിയോട് പറഞ്ഞത്: നിന്റെ വടി കൊണ്ട് ബഹറിലേക്ക്, കടലിലേക്ക് നീ അടിക്കൂ എന്ന് പറയുകയും ആ കടൽ റോഡായി ആവുകയും അതിൽ മൂസ നബിയും ബനൂ ഇസ്രായേലും സഞ്ചരിക്കുകയും അവർ രക്ഷപ്പെടുകയും ചെയ്തു എന്ന ചരിത്രം പരിശുദ്ധ ഖുർആനിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലും ഞങ്ങളുടെ വഴിയിലുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ കൈവിടുകയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്